നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫെസ്റ്റിവൽ. ആ കാൻ ഫെസ്റ്റിവലിന്റെ റെഡ് കാർപ്പറ്റിൽ സിന്ദൂര തിളക്കവുമായി നമ്മുടെ ഒരേയൊരു ഐശ്വര്യ റായ് ഭാരതീയ തനിമയോടെ പട്ടുസാരി അണിഞ്ഞ് സിന്ദൂര തിളക്കത്തോടെ റെഡ് കാർപ്പറ്റിൽ എത്തിയിരിക്കുകയാണ് ഐശ്വര്യ റായ്. ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സിന്ദൂര തിളക്കത്തോടെ എത്തിയ ഐശ്വര്യ റായ് ഭാരതീയ മനസ്സുകളുടെ ഒരു അഭിനന്ദനത്തിന്റെ കയ്യടി അർഹിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ചില കേളികേട്ട നടിമാരൊക്കെ ഇത്തരം ലോക സദസ്സുകൾ കിട്ടിയപ്പോൾ ഹമാസിനെയും പലസ്തീനെയൊക്കെ പിന്തുണയ്ക്കുന്ന വത്തക്ക ബാഗുകളുമായിട്ട് ആ സദസ്സിൽ എത്തിയത്, ആ വേദിയിൽ എത്തിയത്. അപ്പോൾ സിന്ദൂര തിളക്കത്തിലേക്ക് ലോകശ്രദ്ധ കൊണ്ടുവന്ന ഐശ്വര്യ റായ്ക്ക് പ്രത്യേക അഭിനന്ദനം. രാജസ്ഥാനിലെ ബിക്കാനീറിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ആ ചെയ്ത പ്രസംഗം നമ്മളെല്ലാം കേട്ട് കഴിഞ്ഞു. ഭാരതത്തിന്റെ നിലപാടുകളെ കൂടുതൽ ദൃഢമായി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് മോദിജി. ഓരോ ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരും. ഭാരതത്തിന്റെ പ്രതികരണം പ്രതികാരത്തിന്റെ കളിയല്ല, നീതിയുടെ പുതിയ രൂപമാണ്. സമയവും രീതികളും നമ്മുടെ സൈന്യം തീരുമാനിക്കും. ഇതാണ് ഇന്ത്യയുടെ പുതിയ രൂപം, ഇതാണ് പ്രാപ്തിയുള്ള ഇന്ത്യയുടെ ഉഗ്രരൂപം എന്നാണ് മോദിജി ലോകത്തിന് നൽകിയിരിക്കുന്ന മെസ്സേജ്. ഇനി പാകിസ്ഥാൻ ഭീകരതയെ കയറ്റി അയച്ചാൽ വെള്ളം പോലും കൊടുക്കാത്ത രീതിയിൽ എങ്ങനെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കും എന്നുള്ളത് ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി സന്ധി സംഭാഷണത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത വേണ്ട. ഇനി സംഭാഷണങ്ങൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇങ്ങോട്ട് തരുന്നതിനെ പറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ള ദൃഢമായ നിശ്ചയം, ആ നിലപാട് എടുത്തിരിക്കുകയാണ് ഭാരതം. ഇതിലൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു. നമ്മുടെ മുൻ പ്രധാനമന്ത്രി വിശ്വപൗരനായ നെഹ്റു UN-ന്റെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഈ കാശ്മീരിന്റെ പ്രശ്നത്തെ. അന്നു മുതൽ ഈ കാശ്മീരിന്റെ ലൈൻ ഓഫ് കൺട്രോളും സ്ഥിതിഗതികളും ഒക്കെ നിരീക്ഷിക്കാൻ UN-ന്റെ ഒരു നിരീക്ഷക സമിതി, UNMO യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ എന്ന ഒരു സമിതി ഉണ്ടായിരുന്നു അത്രേ ഇവിടെ. നമ്മൾ തീറ്റിപ്പോറ്റിക്കൊണ്ടിരുന്നവർ അവരോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ് ഭാരതം. നിങ്ങളുടെ സേവനം മതിയാക്കി 10 ദിവസം കൊണ്ട് കെട്ടിക്കൊള്ളുക, നിങ്ങളുടെ വിസ ക്യാൻസലാക്കും എന്നാണ് ഭാരതം പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു മധ്യസ്ഥതയോ നിരീക്ഷണമോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള കർശനമായ നിലപാടിലാണ് ഭാരതം ഇപ്പോഴുള്ളത്. ഏതായാലും പാകിസ്ഥാനോടും ഇസ്ലാമിക മതഭീകരതയോടും ഇത്രയേറെ കർശന നിലപാടുകൾ എടുക്കുമ്പോൾ ഭാരതത്തിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു മതഭീകരവാദത്തോടുള്ള നിലപാടുകൾ കൂടി നാം അറിയേണ്ടതുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് മതഭീകരവാദം. നാം കേട്ടിട്ടുണ്ട് മാവോയിസ്റ്റുകൾ, നക്സലുകൾ എന്നൊക്കെ. നക്സലുകൾ എന്ന് കേൾക്കുമ്പോൾ നക്സൽ വർഗീസിനെയും നക്സൽ അജിതയെയും ഒക്കെയാണ് വയനാട്ടുകാർക്കൊക്കെ ഓർമ്മ വരിക. അന്ന് വയനാട്ടിൽ രാത്രി ഉറങ്ങുമ്പോൾ റൂമിന്റെ ഉള്ളിൽ വട്ടച്ചെമ്പ് കൊണ്ടുവച്ച് മൂത്രശങ്ക തീർത്തിരുന്ന കാരണവന്മാരുടെ ആ തലമുറയിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ടാവും. അതുകൊണ്ട് നക്സലിസം ഒന്നും നാം അത്ര വേഗം മറന്നു പോകില്ല. ആ നക്സലിസത്തിന് എതിരായിട്ട്, മാവോയിസത്തിന് എതിരായിട്ട് ഒരുപാട് സമ്പത്തും സൈനിക ശക്തിയും ചെലവഴിച്ചിരിക്കുന്നു ഭാരതം. ഇന്നലെ 21-ാം തീയതി ഈ CPI മാവോയിസ്റ്റ് എന്ന സംഘടനയുടെ സുപ്രീം കമാൻഡറായ നമ്പാല കേശവറാവു എന്ന ക്രൂരനായ ഒരു നേതാവിനെ വധിച്ചിരിക്കുകയാണ് നമ്മുടെ സൈന്യം. നമ്മുടെ സൈന്യത്തിനും ആ 70 മണിക്കൂർ ഏറ്റുമുട്ടലിൽ വളരെയേറെ നഷ്ടമുണ്ടായിരിക്കുന്നു. അത് ഒരുപാട് പേർ, നൂറുകണക്കിന് സൈനികർ തന്നെ അതിന് ബലിയർപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഈ നക്സൽ നേതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത് പാവപ്പെട്ട ആദിവാസികളെയും ഗ്രാമീണരെയും കവചമാക്കി തീർത്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയും പണം നൽകിയും മറ്റും ഈ സൈന്യത്തോട് പോരാടാൻ അവരെ പറഞ്ഞയച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, അതായത് ഈ മാവോയിസ്റ്റ്, ഈ സുപ്രീം കമാൻഡർ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരൊക്കെയും സുരക്ഷിത താവളങ്ങളിൽ ജീവിച്ചിരിക്കുകയായിരുന്നു, സുഖമായി കഴിയുകയായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ് നമ്മുടെ സൈന്യം പുകച്ചു പുറത്തു ചാടിച്ച് ഈ
സുപ്രീം കമാൻഡർ, നേതാക്കൾ എന്നൊക്കെ പറയുന്നവരെ ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത്. ഈ പിന്നെ ബസവരാജു അല്ലെങ്കിൽ നമ്പാല കേശവറാവു എന്ന് പറയുന്ന ഈ നേതാവിൻ്റെ കൂടെ 10-30 നക്സല് മറ്റ് നക്സലുകളെയും കൊന്നിരിക്കുന്നു. ഈ നക്സലുകളും അല്ലെങ്കിൽ മാവോയിസ്റ്റുകളും ഇസ്ലാമിക തീവ്രവാദി സംഘടനകളും തമ്മിലുള്ള ബന്ധം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ 70 മണിക്കൂർ ഇങ്ങനെ സൈന്യത്തിന് പോരാടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവർക്കുള്ള ആയുധങ്ങളും ഫണ്ടുകളും എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനു പിന്നിൽ ചൈനയും പാകിസ്ഥാനുമാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. യുദ്ധം കൊണ്ട് ഭാരതത്തെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഭാരതത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കലാപങ്ങൾ, മുറിവുകൾ ഉണ്ടാക്കി ചോര വാർന്ന് കൊല്ലാനാണ്, ഭാരതം എന്ന രാഷ്ട്രത്തെ കൊല്ലാനാണ് പാകിസ്ഥാനും ചൈനയും ഇതൊക്കെയും ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ മയക്കുമരുന്ന് കടത്ത് ഇങ്ങനെ ഒക്കെയും നമ്മളെ തകർക്കാൻ വേണ്ടി, നമ്മുടെ യുവതലമുറയെ തകർക്കാൻ വേണ്ടി ഈ ഭാരതത്തിലേക്ക് ഇത്രയേറെ മയക്കുമരുന്ന് ഒക്കെ കടത്തിവിടുന്നതും ഈ രാഷ്ട്രങ്ങളാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ ജിഹാദി ലെഫ്റ്റ് ഈ ബന്ധങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞത്. ഈ ISI, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൈബ, PFI തുടങ്ങിയ സംഘടനകളുമായിട്ട് ഈ മാവോയിസ്റ്റ് സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഭീമ കൊറേഗാവ് എന്ന കേസിൽ അതിൽ പിടിയിലായിട്ടുള്ള പ്രതിയായിട്ടുള്ള ആ നേതാവ് പ്രധാനമന്ത്രിയെ വധിക്കാൻ പോലും ഗൂഢാലോചന നടത്തി എന്ന് പറയപ്പെടുന്ന ആ കേസിലെ പ്രതിയും മറ്റ് ഈ കമ്മിറ്റി ഫോർ റിലീസിങ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, അതായത് ഈ രാഷ്ട്രീയ കുറ്റവാളികളെ തടവിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു സമിതി, അതിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നവര്, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ നാഗ്പൂരിൽ ഒരു ജേർണലിസ്റ്റ് വിദ്യാർത്ഥിയോ മറ്റോ അങ്ങനെ ഒരാളുടെ അറസ്റ്റ് നാം കണ്ടില്ലേ? അദ്ദേഹം PFI ആണോ മാവോയിസ്റ്റ് ആണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ആ ഒരു ഇഴചേർന്ന ബന്ധമാണുള്ളത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ സംഘടനകൾ ഒക്കെ തന്നെയുള്ള അന്തർധാര വളരെ സജീവമാണ്. ആയുധ കച്ചവടം അല്ലെങ്കിൽ ആ ആയുധത്തിൻ്റെ ആ കൊള്ളക്കൊടുക്കലുകൾ, ഫണ്ടിങ്ങുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഒക്കെയും ഭാരതത്തെ തകർക്കാൻ വേണ്ടി ഈ സംഘടനകൾ പരസ്പരം സഹായിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഈ കൂട്ടുകെട്ട് നമ്മൾ ഈ സമൂഹത്തിനെ പല രീതിയിൽ വിഘടനവാദത്തെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇപ്പോൾ തന്നെ സമൂഹത്തിൽ നോക്കൂ, വേടൻ, കാടൻ, റാപ്പ്, പരിസ്ഥിതിവാദം, കട്ടിംഗ് സൗത്ത്, ജാതി, ദളിതൻ, അങ്ങനെ പലതരത്തിലുള്ള സാഹിത്യം, സംഗീതം എന്ന് വേണ്ട, മനുഷ്യാവകാശം, ഇരവാദം, കറുപ്പ്, വെളുപ്പ്, ഇങ്ങനെ സകലതും എന്തിനു വേണ്ടിയുള്ള ടൂളാണ്? ഇങ്ങനെയുള്ള ഭീകരവാദങ്ങൾക്കുള്ള ടൂളുകളാണ്. ഇസ്ലാമോ ലെഫ്റ്റ് ഈ സകലമാന ഈ മനുഷ്യാവകാശത്തെയും ജാതിവാദത്തെയും ദളിതവാദത്തെയും ഒക്കെയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമോ ലെഫ്റ്റ് വിഘടനവാദം വളരുന്നു എന്നുള്ളതാണ് സത്യം. ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മത തീവ്രവാദത്തെ നമുക്ക് ഇവരെ പുറത്താക്കാനും ജനാധിപത്യത്തിന്റെ ആ വഴി തന്നെ ഓരോ പൗരന്റെയും മുമ്പിലുള്ളൂ. വോട്ട് ചെയ്യുമ്പോൾ നാം അത് മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രലോഭനത്തിന് നാം വഴിപ്പെടാതെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി എന്നുള്ളത്. ഈ എല്ലാവിധ ഈ വിഘടനവാദങ്ങളും ചെന്ന് നിൽക്കുന്നത് ദേശീയതയെ തകർക്കുക എന്നുള്ള ഒറ്റ ഒരു ആ അജണ്ടയിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും തമ്മിലുള്ള ബന്ധങ്ങൾ ഏതോ കാലത്ത് ഈ കമ്മ്യൂണിസത്തിന്റെ വേരുറച്ചത് ജിഹാദിസത്തിലാണ് എന്നുള്ളത് എപ്പോഴും നാം കാണുന്നതാണ്. അപ്പോൾ ഇതിനെ തകർക്കേണ്ടതും ജനാധിപത്യ രീതിയിലാണ് എന്ന് നാം ഓരോ പൗരനും ഉറപ്പിക്കേണ്ടതാണ്. രാഷ്ട്രായ സ്വാഹ. ഇദം നമഃ.